പ്രിയപ്പെട്ട കുട്ടികളെ, SSLC ഫസ്റ്റ് ടെർമിനൽ ഇവാലുവേഷൻ 2025-26 പോർഷൻസ് വന്നിട്ടുണ്ട്. ഓരോ സബ്ജക്റ്റിൻ്റെയും പോർഷൻസ് നമുക്ക് നോക്കാം. മലയാളം ഫസ്റ്റ്. ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും. കഥകളതിമോഹനം. സ്വാതന്ത്ര്യത്തിൻ്റെ ചിറകുകൾ. മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. അടുത്തത് ഭാഗം 2. ഉള്ളിലാണെപ്പോഴും ഉന്മതാനെന്നെപ്പോൽ. റെസിഡൻറ്റ് എഡിറ്റർ. അന്നന്നത്തെ മോക്ഷം തേൻ. അടുത്തത് മലയാളം സെക്കൻഡാണ്. അരങ്ങും പൊരുളും ചിത്രകാരി. ഖൽബിലെ നിലാവ്. ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം. അടുത്തത് ഇംഗ്ലീഷാണ്. എ വെരി ഓൾഡ് മാൻ വിത്ത് എനോമസ് വിങ്സ് ഇൻ ദ അറ്റിക് ഫ്രണ്ട്സ് റോമൻസ് കൺട്രിമെൻ. അടുത്തത് ബ്രേക്കിംഗ് ബാരിയേഴ്സ്. ഐ വിൽ ഫ്ലൈ. എ ഫോണക്സ് റൈസസ് ദ സീഡ്ലിംഗ്. അടുത്തത് അറബിക്കാണ്. അറബിക്ക് യൂണിറ്റ് 1ഉം 2ഉം ആണ്. സാൻസ്ക്രിറ്റ് ചാപ്റ്റർ 1 to 5 ആണ്. ഉറുദു ചാപ്റ്റർ 1 to 5 ആണ്. അടുത്തത് ഹിന്ദി. ഖിഡ്കി, ജിന്ദഗി കാ സഫർ, റെയിൻ ബസേരെ में मेरी दुनिया के तमाम बच्चे, വൈറ്റ് ക്യാപ്പ്. അടുത്തത് സോഷ്യൽ സയൻസ് ആണ്. ചാപ്റ്റർ ഹ്യൂമനിസം. മാനവികത ചാപ്റ്റർ 2. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രെറ്റേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അടുത്തത് ചാപ്റ്റർ 3. സോഷ്യൽ അനാലിസിസ് ആണ്. ത്രൂ സോഷ്യൽ ഇമാജിനേഷൻ. സാമൂഹിക വിശകലനം സാമൂഹ്യ ശാസ്ത്ര സങ്കല്പത്തിലൂടെ. അടുത്തത് സോഷ്യൽ സയൻസ് 2 ആണ്. ചാപ്റ്റർ വരുന്നത് വെതർ ആൻഡ് ക്ലൈമറ്റ് ആണ്. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. അടുത്ത ചാപ്റ്റർ 2. ക്ലൈമറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച്. കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും. അടുത്ത ചാപ്റ്റർ 4. കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. ഉപഭോക്താവ് അവകാശങ്ങളും സംരക്ഷണവും. അടുത്തത് ഫിസിക്സ് ചാപ്റ്റർ 1. സൗണ്ട് വേവ്സ്. ശബ്ദതരംഗങ്ങൾ. അടുത്തത് ലെൻസുകൾ. അടുത്തത് ദ വേൾഡ് ഓഫ് കളർ ആൻഡ് വിഷൻ. കാഴ്ചയും വർണ്ണങ്ങളുടെ ലോകവും. അടുത്ത കെമിസ്ട്രി ആണ്. ചാപ്റ്റർ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമറിസം. ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമറിസവും. അടുത്തത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനങ്ങൾ. അടുത്ത പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. അടുത്ത ബയോളജി ചാപ്റ്റർ 1. ജനറ്റിക്സ് ഓഫ് ലൈഫ്. ജീവന്റെ ജനിതകം. അടുത്തത് പാർട്സ് ഓഫ് എവല്യൂഷൻ. പരിണാമത്തിന്റെ വഴികൾ. അടുത്തത് മാത്സ് ആണ്. ചാപ്റ്റർ 1. അരിത്തമെറ്റിക് സീക്വൻസസ്. സമാന്തര ശ്രേണികൾ. ചാപ്റ്റർ 2. സർക്കിൾസ് ആൻഡ് ആംഗിൾസ്. വൃത്തങ്ങളും കോണുകളും. അടുത്തത് ചാപ്റ്റർ 3 ആണ്. അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് അൾജിബ്ര. സമാന്തര ശ്രേണിയും ബീജഗണിതവും. അടുത്ത ചാപ്റ്റർ 4. മാഗ്നമാറ്റിക്സ് ഓഫ് ചാൻസ്. സാധ്യതകളുടെ ഗണിതം. അപ്പോൾ ഇത്രയും പോർഷൻസാണ് നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാനുള്ളത്. അപ്പോൾ ഓരോരോ വിഷയവും അതത് രീതിയിലും അതിൻ്റെ ഗൗരവത്തോടും കൂടി മനസ്സിലാക്കി നന്നായിട്ട് ഇപ്പോഴേ ഓരോരോ ചാപ്റ്റർ എടുക്കുമ്പോഴും നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല സ്കോർ നേടാൻ കഴിയും. വിഷ് ഓൾ ദി വെരി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ശ്രമിക്കുക. താങ്ക് യു.